ബിഗ് ബോസ് സീസൺ 7 വീക്കെൻഡ് എപ്പിസോഡ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇതൊരു ഗെയിം ചേഞ്ചിങ് വീക്കെൻഡാണ്. കാരണം ഇവിടെ ഗ്രൂപ്പുകൾ ഇല്ലാതാവുന്നു, ബോണ്ടുകൾ ഇല്ലാതാവുന്നു, ആ വീട് തന്നെ ഷ്രിങ്ക് ആവുന്നു. വീട് ഷ്രിങ്ക് ആവുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? അടുത്തൊരു നോമിനേഷൻ, ജയിൽ നോമിനേഷൻ അല്ലെങ്കിൽ ഈ വീക്കെൻഡ് നോമിനേഷനൊക്കെ വരുന്ന സമയത്ത് പരസ്പരം ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും നോമിനേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. കുറ്റവും കാരണവും കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥ വരും. അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് റിലേഷൻസൊക്കെ ബ്രേക്ക് ആവാൻ തുടങ്ങും. പിന്നെ ഇൻഡിവിജ്വൽ ഗെയിമേഴ്സ് എന്നുള്ളൊരു തോട്ട് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഗെയിം എന്നുള്ളൊരു തോട്ട് തലക്ക് കയറി ഹിറ്റ് ചെയ്യും. അതിനനുസരിച്ച് ബിഗ് ബോസ് ടാസ്ക് കൂടി കൊടുത്താൽ വീട് ഉൾട്ടാവും. പ്രത്യേകിച്ച് ഈ സീസണിലെ കണ്ടസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം സെൽഫിഷാണ് എല്ലാവരും. സോ ഇവരൊക്കെ തമ്മിലൊരു ബോണ്ട് ഇതുവരെ ആയിട്ടില്ല. ആകെയുള്ളത് ആദില, നൂറ ആൻഡ് അനുമോൾ സാധനം മാത്രമാണ്. ബാക്കിയുള്ളവരൊന്നും അങ്ങനെ അത്ര ക്ലോസ് ബോണ്ടിലുള്ളതൊന്നുമല്ല. ഇപ്പം ഈ അനീഷിനോടും ഷാനവാസിനോടും ലാലേട്ടൻ വിളിച്ച് ചോദിക്കുമ്പോൾ അനീഷ് എൻ്റെ ഫ്രണ്ടാന്ന് പറയാൻ നല്ലത്. അവർ തമ്മിലാണെങ്കിൽ പോലും അവർ ഫേക്ക് സാധനമാണ്. സോ ബാക്കി എല്ലാവരും തമ്മിലിത് പൊട്ടുന്നതോട് കൂടിയിട്ട് ഇതൊരു ഗെയിം ചേഞ്ചിങ് വീക്കെൻഡായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ഷാനവാസിനുള്ള അടിയാണ്. അത് വേണം ഷാനവാസിന്, പക്ഷേ ഷാനവാസിന് മനസ്സിലാവാൻ പോകുന്നില്ല. ഷാനവാസ് പറയുന്നതും ഷാനവാസിൻ്റെ ഈ ആറ്റിറ്റ്യൂഡും ഈ വീട്ടുകാരെ പറയുന്നതൊക്കെ എന്തോ മരണമാസ ഐറ്റമാണെന്നാണ് ഷാനവാസ് വിചാരിച്ച് വെച്ചിട്ടുള്ളത്. ലാലേട്ടൻ തന്നെ ഊക്കി വിട്ട് ഇനി വീട്ടിലെ വേറെ കുറച്ച് ആൾക്കാരെയും കൂടി അതാ മുത്തശ്ശനോ എന്തെങ്കിലുമൊക്കെ പറയുന്നത്. ഇത്ര വയസ്സില്ല ചെങ്ങായി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് പോയി ലാസ്റ്റ് എന്താണെന്ന് പറയുക, ഷാനവാസിന് ആ ടാസ്കിനിടയിൽ ഒരു കപ്പ് കിട്ടിയില്ലോ, തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയും പുറത്തിറങ്ങിയെന്നോ അതുപോലെയാവും ഷാനവാസ് ഇനി മുന്നോട്ട് പോയാൽ. ഇപ്പം ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡുള്ള ഷാനവാസിനടക്കം ഇനി വരും ദിവസങ്ങളിൽ എന്താ അറിയോ, ഇവിടെ ഈ ഒറ്റയാൻ കളി കളിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ആരെ കയറി അടിച്ച് താഴണം എന്നുള്ളൊരു മൂഡിലേക്ക് കാര്യങ്ങൾ മാറും. അപ്പോൾ ഇവർക്ക് ഈ ഒരു അഗ്രഷനും ഈ രീതിയിലുള്ള എന്താ പറയുക സംസാരങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ പണി വാളാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഓക്കെ, ഷാനവാസിന് ലാലേട്ടൻ അത് ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ കുറച്ചൊരു ഡയറക്റ്റായിട്ട് കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കൺട്രോൾ യുവർ ടങ്ക്. ഒരു കാര്യമില്ല ചെങ്ങായൊന്നും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പിന്നെ ബിന്നിയുടെ ക്യാപ്റ്റൻസിനെ കുറിച്ചും ക്യാപ്റ്റൻസി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഐറ്റങ്ങളൊക്കെയാണ് ഇന്ന് നടന്നിട്ടുള്ളത്. ബിന്നിയുടെ ക്യാപ്റ്റൻസി ഫോർ മീ ഇറ്റ്സ് ആൻ ഓക്കെ ക്യാപ്റ്റൻസി. അത്ര മോശമൊന്നും പറയാല്ല, അത്ര നല്ലതെന്നും പറയാല്ല. ഒന്നാമത് ഫാമിലി വീക്കെൻഡാണ്. അതുപോലെ ബിന്നിയുടെ ഹസ്ബൻഡ് വന്ന് 2-3 ദിവസം നിന്ന ഒരു വീക്കെൻഡ് കൂടി ആയതുകൊണ്ട് ബിന്നിക്ക് എനിക്ക് തോന്നുന്നത് ഈ വീക്കിലല്ലാതെ വേറൊരു വീക്കിൽ കിട്ടിയിരുന്നെങ്കിൽ വീട്ടിൽ ഭയങ്കരമായിട്ടുള്ള അടി നടന്നിട്ടുണ്ടാവും. ബിന്നി അത്രയും ഡോമിനേറ്റിംഗ് ആണ്. ഒരു സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് എങ്ങനെ നടക്കുന്നു അതുപോലെയാണ് ബിന്നി അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഷാനവാസ്, അനീഷ് പോലത്തെ ക്യാരക്ടേഴ്സ് അവിടെ ഉള്ളപ്പോൾ ബിന്നിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും ടുവേർഡ്സ് ദിസ് പീപ്പിൾ എന്ന് ഉള്ള രീതിക്ക് വരുമ്പോൾ ഭയങ്കരമായിട്ട് പൊട്ടിയിരുന്നു. ബട്ട് ഇത് ഇങ്ങനത്തെ ഒരു വീക്കെൻഡ്, ഒരു ഫാമിലി വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അത്ര ഒരു എക്സ്ട്രീം ലെവലിലേക്ക് അത് പൊട്ടാത്തത് കൊണ്ട് മിക്സ് ബാഗാണ്. എനിക്കതൊരു ഓക്കെയാണ് ഈ പറഞ്ഞ ബിന്നിയുടെ ക്യാപ്റ്റൻസി എന്ന് പറയുന്നത്. പിന്നെ ബിഗ് ബോസ് വീട്ടിനകത്ത് സ്ത്രീകൾക്ക് ഇമ്പോർട്ടൻസ് കിട്ടാൻ വേണ്ടി അവർക്ക് ക്യാപ്റ്റൻസി കൊടുക്കണം, അല്ലെങ്കിൽ ഒരു സ്ത്രീ ക്യാപ്റ്റൻസിയിലുള്ള സ്ത്രീ വരട്ടെ, അതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം കണ്ടസ്റ്റൻസിന്. സത്യത്തിൽ ബിഗ് ബോസ് കളിക്കുകയാണ് കണ്ടസ്റ്റൻസിനെ കൊണ്ട്, മനസ്സിലായോ? കണ്ടസ്റ്റൻസിനെ കൊണ്ടൊന്ന് കളിപ്പിച്ചു നോക്കുകയാണ്. സംഗതി ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞത് ഒരാളുടെ എഫിഷ്യൻസി നോക്കിയിട്ടോ അല്ലെങ്കിൽ ഒരാളെ തകർക്കാനോ കൊടുക്കേണ്ട കാര്യമാണ്. ഈ വീട്ടിൽ തകർക്കാൻ വേണ്ടിയിട്ടാണ് അധികവും ക്യാപ്റ്റൻസി കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ ഇപ്പം എല്ലാവരും ആദിലേനെയും ഗിസൈലിനെയും ലക്ഷ്മീനൊക്കെ പറയാൻ കാരണം കുറച്ച് തകർക്കാനുമാണ്, കുറച്ച് ഇവർ വന്നു കഴിഞ്ഞാൽ ഇനി ഇവർ ഏത് രീതിയിൽ ബാക്കിയുള്ളവരെ മാനേജ് ചെയ്യുന്ന അറിയാനും കൂടി ആയതുകൊണ്ട് എന്താണെങ്കിലും ആദില ക്യാപ്റ്റൻസി ടാസ്ക് ജയിച്ചിരിക്കുകയാണ്. നന്നായിട്ട് ചെയ്തു, ലക്ഷ്മി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഗിസൈൽ പിന്നെ വട്ടം കറങ്ങി പോയി. അങ്ങനെ ആദില ക്യാപ്റ്റൻ ആകുമ്പോൾ ഇനി എന്ത് സംഭവിക്കുന്നുള്ളൊരിതുണ്ട്. ആദില ക്യാപ്റ്റൻ ആകുമ്പോൾ ഈ ടോപ്പ് അടിയ വീട്ടിൽ നടക്കാൻ പോണേ. കാരണം ഷാനവാസ് ഇക്ക ആയിട്ടുണ്ട്, ഇനി ഇക്ക മാറി പിന്നെയും തിരിയുമെന്ന് അറിയില്ല. അനീഷ് ഓൾറെഡി പൊട്ടി നിന്ന് പിന്നെ ഒന്ന് പാച്ചായത് ഇനി പൊട്ടുമെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. ആൻഡ് വരും ദിവസങ്ങളിലെ ടാസ്കും കുറച്ച് എക്സൈറ്റഡ് ആവും എന്നുള്ളൊരു ഇൻഡ്യൂഷൻ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ആദിലയുടെ ഒരു ക്യാപ്റ്റൻസി, പിന്നെ ഒരു ക്യാപ്റ്റൻ ആവാൻ നിങ്ങൾക്ക് ഈ വീട്ടിലൊരു ക്യാപ്റ്റനായി കാണേണ്ടത് ആരെന്നൊക്കെയുള്ള ചോദ്യങ്ങളും അങ്ങനെ കുറേ ക്യാപ്റ്റൻസി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സമയം പോക്ക് പരിപാടികൾ നടന്നിട്ടുണ്ട്. ആ നടന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്കത്ര റെലവൻ്റ് ആയിട്ടൊന്നും തോന്നിയില്ല. കാരണം ഇതൊന്നും ഒരു അടി പൊട്ടിക്കാനോ പ്രശ്നം ഉണ്ടാക്കിക്കാനോ മാത്രം കപ്പാസിറ്റിയോ ഗ്രാവിറ്റിയോ ഉള്ള ഒരു ടോക്കായിട്ട്
എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനിടയിലാണ് ഒരു ഐറ്റം വന്നത്, അതായത് സാബുമാൻ ദി കൺഫ്യൂസ്ഡ് പ്ലെയർ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പ്ലെയർ. അങ്ങനെ തോന്നി നിങ്ങൾക്ക് ഇതൊരു ബ്രില്യൻസ് ആണോ അതോ വെറുതെ ചുമ്മാ പറഞ്ഞു പോയ സമയത്താണ്ട് പറ്റിപ്പോയി പിന്നെ അത് കവറപ്പ് ചെയ്യാന്നുള്ള പറഞ്ഞതാണോ? ഇതൊരു എന്താ പറയുക, സാബുമാൻ അറിഞ്ഞ് കളിക്കുന്ന ഗെയിമാണോ അത് അറിയാതെ വന്ന ഗെയിമാണോ എന്നുള്ളതൊക്കെ നമ്മൾ കൺഫ്യൂസ്ഡ് ആയില്ല. അതാ ഞാൻ പറഞ്ഞത്, സാബുമോൻ ദ കൺഫ്യൂസ്ഡ് ഗെയിമർ. നമ്മളീ കൺഫ്യൂഷനാക്കും, സാബുമാനും കൺഫ്യൂസ്ഡ് ആവും, ബിഗ് ബോസും കൺഫ്യൂഷനാവും. അങ്ങനെയാണല്ലോ ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. നമ്മളൊക്കെ കൺഫ്യൂസ്ഡ് ആണ് ഈ ചങ്ങായി എന്തെങ്ങനെ നിൽക്കണുള്ളത്, എവിടുന്ന് നിൽക്കണമെന്നുള്ളത് അല്ലേ, കൺഫ്യൂഷനാണ്. ഇവർ എങ്ങനെ നിന്ന് പോണേ, ഞാൻ ഇപ്പം എങ്ങനെ പഴിച്ചു പോകണം അതിനകത്ത് എന്നുള്ളത്. അയ്യോ, കാണാനും ഇല്ല ഗെയിമിൻ്റെ. ഇപ്പോഴൊക്കെയാണ് പിന്നെ കുറച്ചെങ്കിലും കണ്ടത്. എങ്ങനെ എപ്പടി ഇടാന്നുള്ളൊരു ചോദ്യമാണ്. കൺഫ്യൂഷനാണ് ഇവൻ്റെ മെയിൻ സംഗതി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ കൺഫ്യൂസ്ഡ് ഗെയിമറിൻ്റെ ഒരു പുതിയ ഗെയിമാണ് വന്നിട്ടുള്ളത്. അത് അക്ബറിനാകാണ് കൺഫ്യൂഷൻ ആക്കി വിട്ടിട്ടുള്ളത്. കാരണം ലാലേട്ടൻ ചോദിച്ചത് സ്ത്രീകളെ അടിച്ചമർത്തുന്ന രീതിയിലുള്ളൊരു ഒരു ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ക്ലിയറായിട്ട് അവിടെ അക്ബറിനെ പോലുള്ള, അപ്പോഴേ അക്ബർ ഞെട്ടി സോഫയിലിരുന്ന്. അക്ബർ അപ്പോഴേ ഞെട്ടിയിട്ടുണ്ട്. ഇന്ന് ഈ ഒരു എപ്പിസോഡ് കണ്ടവർക്ക് അറിയാം, വളരെ ക്ലിയർ ആയിട്ടാണ് അവിടെ അക്ബറിൻ്റെ പേര് ഈ കൺഫ്യൂസ്ഡ് പ്ലെയർ എടുത്തിട്ടത്, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പ്ലെയർ എടുത്തിട്ടത്, സബുമാൻ ഇട്ടതോട് കൂടിയിട്ട് പിന്നെ ആ ടോപ്പിക്കിൻ്റെ മുകളിൽ കുറച്ചൊന്നും ഇങ്ങോട്ട് ചർച്ചയായി. പിന്നെ വേദലക്ഷ്മി അത് കയറി പിടിച്ചു. വേദലക്ഷ്മി പിന്നെ അങ്ങനെയാണല്ലോ, എല്ലാം കയറി പിടിക്കും. ഇപ്പോഴത്തെ ടാർസൻ ഒരു സൈഡിൽ വേദലക്ഷ്മിയാണ്. അപ്പോൾ ഇത് നമ്മളെ അക്ബർ ചോദിച്ചതാണ്. ഇന്ന് എനിക്കിതിൽ ശരിക്കും ഈ വീക്കെൻഡിൽ ഇപ്പോൾ ഒരു കണ്ടന്റ് ആയിട്ട് തോന്നിയത്, അല്ലാതെ ഗിസൈൽ ഔട്ടായതും അല്ല. ഗിസൈലിന് ഓൾറെഡി വോട്ടും കുറവാണ്, കണ്ടന്റും കുറവാണ്. ആ ഗിസൈലിൻ്റെ ജേണി കാണിച്ച വീഡിയോയിലൊരു മെജോറിറ്റി പോർഷനും വന്നിട്ടുള്ളത് ആദ്യത്തെ 2-3 വീക്കിലാണ്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഗിസൈലിനെ നമ്മൾ 1-2 ആഴ്ചയായിട്ട് കാണാറേ ഇല്ല. ഈ ആര്യൻ അല്ലെങ്കിൽ അനിമോൾ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ മാത്രമാണ് ഗിസൈലിനെ നമ്മൾ കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നെ കാപ്പിപ്പൊടി, ഇങ്ങനത്തെ സീനുകൾ മാത്രമാണ്. ഒരു വേറെ ഐറ്റം ഗിസൈലിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഓബിയസ്ലി വോട്ടും കുറവാണ്, ഗിസൈലും പോയി. പക്ഷേ ഇന്നത്തെ ഒരു മെയിൻ കണ്ടന്റ് ലൈന് പിടിച്ചിരിക്കുന്നത് സാബുമാൻ തന്നെയാണ്. സാബുമാൻ പുറത്തിരുന്നിട്ട് ഈ സംഗതി വേറൊരു ഡയറക്ഷനിലേക്ക് അക്ബറിനെ കൺഫ്യൂസ് ചെയ്ത് വിട്ടു. അക്ബർ ചോദിക്കുന്നതെന്താ, സാബുമാൻ പറയുന്നതെന്താ, സാബുമാൻ പറയുന്നതെന്താ, അക്ബർ ചോദിക്കുന്നതെന്താ. കാണുന്നത് നമ്മളെന്ത് മനസ്സിലാക്കുന്നു, നമ്മളും കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ഞാൻ പിന്നെയും എപ്പിസോഡ് ഒന്നും കൂടി റിവൈൻഡ് അടിച്ച് കണ്ടപ്പോഴാണ് സാബുമാൻ പറഞ്ഞത് അക്ബറിനെ പറഞ്ഞത് തന്നെയാണ്. പക്ഷേ അപ്പുറത്ത് പോയി പറഞ്ഞപ്പോൾ സാബുമാൻ അതൊന്ന് മാറ്റി. ഏത് ക്യാപ്റ്റൻസി ടാസ്കിൽ കൺഫ്യൂഷനിൽ പണി കൊടുക്കുന്ന രീതിയിലുള്ള ഐറ്റം ആക്കി മാറ്റി. പക്ഷേ സ്ത്രീകളെ അടിച്ചമർത്തുന്ന അല്ലെങ്കിൽ സ്ത്രീകളുടെ മുകളിൽ വോയിസ് വരുന്ന രീതിയിലുള്ള ആളെന്ന് പറയുമ്പോൾ തന്നെയാണ് അവിടെ സാബുമാൻ അക്ബറിനെ കൊണ്ടുപോയി പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് ആ ഒരു എപ്പിസോഡ് കണ്ട നമുക്ക് എന്താണെങ്കിലും ക്ലിയർ കട്ടായിട്ട് മനസ്സിലാവും. ഓക്കെ, ആൻഡ് ഇന്നത്തെ എവിക്ഷൻ പ്രൊസീജിയർ കുറച്ച് ലോങ് ആയിരുന്നു. കുറച്ച് എന്താ പറയുക, എല്ലാവരും ഒന്നും ഇങ്ങനെ ഒരു മുൾമുനയിൽ നിർത്തുന്ന ഒരു ഐറ്റം തന്നെയായിരുന്നു വെച്ച് പോയിട്ടുള്ളത്. ഞാൻ ഭയങ്കര ക്യൂരിയസ് ആണ്. ഞാൻ അനുമോൾ, ആദില, നൂറ ഒരു അടി വരൂ എന്നുള്ളതാണ് ഞാൻ ആക്ച്വലി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ആഴ്ചയിലെ നോമിനേഷനും, ഓക്കെ, ഇന്നിപ്പോൾ പ്രമോ വന്നിട്ട് നോമിനേഷന്, അടുത്ത ആഴ്ചയിലെ നോമിനേഷനും അടുത്ത ആഴ്ച വരാൻ പോകുന്ന അടികളും, ഞാൻ പറഞ്ഞു ഈ ആഴ്ച ഗെയിം ചേഞ്ചിങ് ആണ്. അതുകൊണ്ട് അടുത്ത ആഴ്ച ഇൻട്രസ്റ്റിംഗ് ആവും. സംഗതി ഇൻട്രസ്റ്റിംഗ് ആവും. ആരൊക്കെ ഇനിയിപ്പോൾ പുതിയ ടാസ്കോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇമ്മ്യൂൺ ആവുമോ, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇനിയുള്ള ആഴ്ചകൾ ബിഗ് ബോസിൽ ഭയങ്കര ട്വിസ്റ്റ് ആൻഡ് ടേൺസ് വരാനുള്ള ഒരാഴ്ചകളായി തോന്നുന്നു. പലരുടെയും ഫേവറേറ്റ്സ് ചാടും. എന്താണെങ്കിലും ഈ ഫേസിലെത്തിയത് വളരെ നന്നായി. ഓക്കെ, ആൻഡ് ഡിസർവിങ് ആയിട്ടുള്ള ആളുകളാണോ അകത്തിരിക്കുന്നത്, പോയവർ ആരെങ്കിലും ഡിസർവിങ് ആയിരുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഗിസൈലിൻ്റെ ഫാക്ടറീസ് അവിടെ നിൽക്കട്ടെ. ഒനിയിൽ ചാടിയപ്പോഴും സാബുമാൻ ആൻഡ് ഈ പറഞ്ഞ ലക്ഷ്മി ഒക്കെ നിൽക്കുമ്പോൾ ഇപ്പം എന്താ പറയുക, അവർക്കില്ല, സത്യത്തിൽ അവർ രണ്ടുപേരും ഇല്ല ഗെയിമിൽ. അപ്പോൾ അവരാണ് ഈ പറഞ്ഞ പോലെ ചില കരുക്കൾ, PR കരുക്കളായിട്ട് മുന്നോട്ട് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, മേ ബി വേറെ എന്തെങ്കിലും ഒരു ടാസ്കിൽ ഈ ഔട്ടായ കണ്ടസ്റ്റൻസിനെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇവരുള്ളിലുള്ളപ്പോൾ, മനസ്സിലായി, ഇവരുള്ളിലുള്ളപ്പോൾ പനിശരത്തോ അല്ലെങ്കിൽ ഇപ്പോൾ ഒലിയിലോ അങ്ങനെ അത്യാവശ്യം സംസാരിക്കാൻ, ഈവൻ മസ്താനി ആണെങ്കിൽ പോലും സംസാരിക്കാൻ കപ്പാസിറ്റി ഉള്ള കുറച്ച് പേരെ കൊണ്ടുവന്നാൽ, ശാരിക, KB, ഇങ്ങനെ കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ സാബുമാനും ലക്ഷ്മീനും ഇവരൊന്ന് വറുത്തടിച്ച് കൈ കൊടുത്തോളൂ. ഈവൻ നെവിനെയും വറുത്തടിച്ച് കൈ കൊടുക്കും. നെവിനും കുറേ ആഴ്ചകളായിട്ടൊരു കണ്ടൻറ്റ് കിട്ടും.
പ്രോപ്പറായിട്ടൊരു കണ്ടന്റ് നെവിനില്ല. ആദ്യം ആ ചെയ്ത് വെച്ച സാധനം മാത്രം. ഈ 3 പേരെയും കൂടി മറക്കാനുള്ളൊരു ചാൻസ് കൂടി ബിഗ് ബോസിന് ഈ മറ്റേ സാധനം വഴി യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു സംഗതി കൂടി കിടക്കുന്നുണ്ട്. പിന്നെ ഈ ഗിസയിൽ പോയപ്പോഴുള്ള ആര്യൻ്റെ സങ്കടം ഇവിടെ എൻ്റെ ഒപ്പമുള്ളവർ പറഞ്ഞു, അത് ആര്യൻ്റെ കൊടൂരമായ സങ്കടം, ആര്യൻ്റെ റിയൽ സങ്കടമാണ്. എനിക്ക് തോന്നുന്നില്ല ആര്യൻ അങ്ങനെ റൈറ്റ് ആണെന്നുള്ളത്. അവിടെ ഗിസയിൽ പോയ സമയത്ത് നെവിന് സങ്കടം ഉണ്ടായിരുന്നു. ആരും പിന്നെയും ഗെയിമിക്ക് തന്നെ തിരിച്ചു വന്നു. ഓക്കെ, ആര്യൻ ആ ഗെയിം കളിക്കണം, ഗെയിം ജയിക്കണം, ആ ഒരു മൂഡാണ്. ഈ ഗെയിം ചേഞ്ചിങ് വീക്കെൻഡിൽ സർവൈവ് ചെയ്ത സാബുമാൻ ആണ് ഇനി എന്ത് പറ്റുക, എന്താ പറയുക, ഒരു പാരയായിട്ടുള്ളത് ആർക്ക്? ആര്യൻ ഇനി. കാരണം അടുത്ത ആഴ്ചയോ അതിൻ്റെ അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് ടിക്കറ്റ് ഫിനാലെയോ അങ്ങനത്തെ ഗെയിമുകൾ വന്നാൽ, ടിക്കറ്റ് ഫിനാലിന് ചിലപ്പോൾ ഞങ്ങളുടെ സീസണിൽ രണ്ടാഴ്ചയായിട്ടാണ് നടന്നത്, അതുപോലെ എന്തെങ്കിലും വന്നാൽ സാബുമാൻ പോയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ആര്യനാണ് ചാൻസ് കൂടുതൽ ടിക്കറ്റ് ഫിനാലൊക്കെ വന്ന് അടിക്കാൻ. ഇത് സാബുമാനും ആര്യനും കൂടി ഉള്ളപ്പോൾ ടിക്കറ്റ് ഫിനാലെ സീനായിരിക്കും. കാരണം ആര്യൻ സാബുമാൻ രണ്ടുപേരും നല്ല സ്പീഡുണ്ട്, നല്ല അജിലിറ്റി ഉണ്ട്, സ്ട്രെങ്ത് ഉള്ള രണ്ടുപേരാണ്. ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ ഈറ്റങ്ങൾക്ക് രണ്ടുപേർക്കും അഡ്വാൻറ്റേജ് കൂടുതലാണ്. ഇനി എങ്ങാനും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, സാബുമാൻ ഒരു ടിക്കറ്റ് ഫിനാലെ കിട്ടി ടോപ്പ് 5 കൂടി എത്തിയാൽ ദിസ് ബ്ലഡി കൺഫ്യൂസിങ് പ്ലെയർ, ഈ കൺഫ്യൂഷൻ പ്ലെയർ എന്താവും, ടോപ്പ് 5 എത്തും. സ്മാർട്ട് ഗെയിമർ. അല്ല, ഞാനെൻ്റെ ഒരു ഇൻഡ്യൂഷൻ പറഞ്ഞതാട്ടോ, ചിലപ്പോൾ അങ്ങനെയും സംഭവിക്കാടെ, പറയാൻ പറ്റില്ല. ചെങ്ങായി ടിക്കറ്റ് ഫിനാലെ അടിച്ച് ടോപ്പ് 5 എത്തി എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും മനസ്സിലായി, ഫുൾ കൺഫ്യൂഷനാണ്, മൊത്തം കൺഫ്യൂഷനാണ് ചെങ്ങായിനെ കൊണ്ട്. അപ്പം അങ്ങനെ കൺഫ്യൂഷനൊക്കെ ആയിട്ട് ഇന്നത്തെ എപ്പിസോഡ് അങ്ങോട്ട് തീർന്നു. അവിടെ ഗേൾ ഗ്യാങ് വീണ്ടും സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവർ തമ്മിൽ അടിക്കണം. അനുമോള്, ആദില നൂറ ആൻഡ് ബിന്നി, ഇവർ തമ്മിലൊരു സാധനം വന്നു കഴിഞ്ഞാൽ, ഇതിൽ ലക്ഷ്മിയാണിപ്പോൾ അപ്പുറത്ത് ഒറ്റയാണിപ്പോൾ നിൽക്കുന്നത്. ഇവർ 4 പേരും തമ്മിലുള്ളൊരു ഫൈറ്റ് വന്നാൽ ആ വീട് തലകുത്തി മറിയും. ഇനിയിപ്പോൾ ഈ ഗ്യാങ്ങിലേക്ക് ഇക്കുണ്ട്, ഷാനവാസ് ഇക്ക. ഇത് ശരിക്കും ഒരു വോട്ട് ബാങ്കും കൂടിയാണ്. ഈ 4 സ്ത്രീകൾ പ്ലസ് ഷാനവാസ് പ്ലസ് അങ്ങനെ പ്ലസ് ചെയ്ത് നോക്കിയാൽ ഇവർക്ക് മെജോറിറ്റിയും കൂടുതലാണ് അപ്പോൾ വീടിനകത്ത്. ആര്യനും ഇപ്പത്തേക്ക് തന്നെ വരും. ഗിസയിൽ പോയതുകൊണ്ട് ഓബിയസ്ലി ആര്യൻ ഇപ്പുറത്തേക്ക് തന്നെ വരും. ലക്ഷ്മിയായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പിനും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഈ ഗ്യാങ്ങിൽ വന്ന് കൂടുതൽ ഒട്ടാൻ പോകുന്ന നെവിനും ആയിരിക്കും. അപ്പോൾ എന്താണ് ലെറ്റ്സ് സീ നാളുകളിൽ എന്ത് സംഭവിക്കും, വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം.